ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ വന്നിരിക്കുന്ന ഒരു മെയിൽ അപ്ഡേറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ യൂട്യൂബിൽ ഷെയർ ചെയ്യാൻ പാടില്ലാത്ത കുറച്ചു കാര്യങ്ങൾ ഈ ഒരു മെയിലിൽ യൂട്യൂബ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് എന്തെല്ലാം എന്ന് നോക്കാം. യൂട്യൂബ് വ്യക്തമാക്കുന്നത് നമ്മൾ മറ്റൊരാളുടെ പേഴ്സണൽ ഐഡന്റിഫയബിൾ ആയ ഇൻഫർമേഷൻ ഒന്നും ഷെയർ ചെയ്യാൻ പാടില്ല എന്നാണ്. ഇത്തരത്തിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ എല്ലാം വീഡിയോയിൽ ചെയ്യുമ്പോൾ ഇത് റിമൂവ് ചെയ്യുമെന്നാണ് യൂട്യൂബ് അറിയിച്ചിരിക്കുന്നത്. ഉദാഹരണമായി ആരുടെയെങ്കിലും കോണ്ടാക്ട് ഇൻഫർമേഷൻ, അതുപോലെ പബ്ലിക്കിന് അവൈലബിൾ അല്ലാത്ത ഇമെയിൽ അഡ്രസ്, ഫോൺ നമ്പർ ഇതെല്ലാം ഷെയർ ചെയ്യുന്നത് ഒരുപാട് റിസ്ക് ഉണ്ടാക്കുമെന്നാണ് യൂട്യൂബ് അറിയിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഇത്തരത്തിലെല്ലാം വീഡിയോ ഷെയർ ചെയ്യുകയാണെങ്കിൽ ക്രിയേറ്റേഴ്സിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി യൂട്യൂബ് ഇത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം റിമൂവ് ചെയ്യും. മൈനറായ ആളുകളുടെ കാര്യത്തിൽ ഇക്കാര്യമെല്ലാം കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയി ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ ഇത് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതിനാൽ തന്നെ പേഴ്സണൽ ഐഡന്റിഫയബിൾ ആയ ഇൻഫർമേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് പലർക്കും പല പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കാം. അതുപോലെ യൂട്യൂബ് ഷെയർ ചെയ്യുന്നതിൽ നിന്നും റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, ഗവൺമെന്റ് ഐഡന്റിഫിക്കേഷൻ, അതുപോലെ മെഡിക്കൽ റിപ്പോർട്ട് എല്ലാം. ഫിനാൻഷ്യൽ ഇൻഫർമേഷനിൽ വരുന്നത് ബാങ്ക് അക്കൗണ്ട്, പേടിഎം നമ്പർ, അതുപോലെ ക്രെഡിറ്റ് കാർഡ് ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് എല്ലാമാണ്. അതുപോലെ മറ്റുള്ളവർക്ക് അക്കൗണ്ട് ഇൻഫർമേഷൻ എല്ലാം ലഭിക്കുന്ന തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഇൻഫർമേഷൻസും റെസ്ട്രിക്റ്റഡ് ആണ്. ഗവൺമെന്റ് ഐഡന്റിഫിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആധാർ കാർഡ്, ID കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് ഇൻഫർമേഷൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാമാണ്. മെഡിക്കൽ ഇൻഫർമേഷനിൽ ബയോമെട്രിക് ഇൻഫർമേഷൻ, അതുപോലെ ഡയഗ്നോസ്റ്റിക് ഇൻഫർമേഷൻ പോലുള്ള എല്ലാ ഇൻഫർമേഷൻസും ഇതെല്ലാം തന്നെ റെസ്ട്രിക്റ്റഡ് ആണ്. അതുപോലെ ഏതെങ്കിലും വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാനുള്ള യൂസർ നെയിം, പാസ്വേഡ് ഇവയെല്ലാം ഉൾപ്പെടുത്തുന്നത് ഇതെല്ലാം തന്നെ യൂട്യൂബ് പോളിസിക്ക് അഗെയിൻസ്റ്റ് ആണ്. ഇനി നമുക്ക് എത്തരത്തിലുള്ള ഇൻഫർമേഷൻ എല്ലാമാണ് നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുക എന്ന് നോക്കാം. ഏതെങ്കിലും ബിസിനസ് സംബന്ധമായ ഇൻഫർമേഷൻ, അതായത് ഗൂഗിളിൽ അല്ലെങ്കിൽ ഓൺലൈനിൽ എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ, ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതിൽ പ്രശ്നമില്ല. അതുപോലെ സ്വന്തം കോണ്ടാക്ട് നമ്പർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, അതായത് ചില സന്ദർഭങ്ങളിൽ സംഭാവനയെല്ലാം അഭ്യർത്ഥിച്ച് ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യേണ്ടതായി വരും. ഇനി ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ഇൻഫർമേഷനെ കുറിച്ചെല്ലാം വീഡിയോ ചെയ്യുകയാണെങ്കിൽ പേഴ്സണൽ ഐഡന്റിഫയബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം ബ്ലർ ചെയ്തു വയ്ക്കാനാണ് യൂട്യൂബ് നിർദ്ദേശിക്കുന്നത്. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേക്കായ ഇൻഫർമേഷൻ എല്ലാം നൽകാം. എന്നാൽ നിങ്ങൾ ഇങ്ങനെ നൽകിയിരിക്കുന്ന ഇൻഫർമേഷൻ ഇത് ഫേക്കായ ഇൻഫർമേഷൻ ആണ് എന്ന് നിങ്ങളുടെ വീഡിയോയിൽ മെൻഷൻ ചെയ്തിരിക്കണം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്